സ്വേച്ഛാധിപതി ഇനിയില്ല. ഇറാൻ ഇനി സ്വാതന്ത്ര്യത്തിന്റെ നാളുകൾ. ഇസ്രായേൽ അമേരിക്ക സംയുക്ത സൈനിക നടപടിയിലൂടെ 37 വർഷത്തെ നിഷ്ഠൂര ഭരണത്തിനാണ് അന്ത്യം കുറിച്ചത്. ഖമനീയിസം ഇനിയില്ല. ശരിയത്ത് നിയമവുമായി 1989 മുതൽ ഇറാൻ ഭരിക്കുന്നത് ഖമേനിയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ ആയത്തുള്ള റുഹുള്ള ഖൊമൈനിയുടെ പിൻഗാമിയായാണ് ഖമനയി സ്ഥാനമേറ്റെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സർക്കാരും സൈന്യവും നീതിന്യായ വ്യവസ്ഥയുമെല്ലാം ഖമനയുടെ കീഴിലായി. ട്രംപ് വിശേഷിപ്പിക്കും പോലെ ഖമനയി എന്ന കൊടും ക്രൂരൻ അയാളുടെ തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുകളിലൂടെയാണ് അറിയപ്പെട്ടത്. അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം എന്നതായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന് ഖമനയി നിർദ്ദേശിച്ച ആപ്തവാക്യം. അറം പറ്റിയതുപോലെയായി കാര്യങ്ങൾ. അതേ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൈകൊണ്ട് തന്നെയായി ഖമനയുടെ അന്ത്യവും. ഇറാന്റെ ആണവായുധത്തിനും ഖമനയി കെട്ടിപ്പടുത്ത സൈന്യത്തിനും പരമോന്നത നേതാവിനെ രക്ഷിക്കാനായില്ല. ക്രൂരത നെഞ്ചിലേറ്റിയ ഏകാധിപതിയെ അതുപോലെ തന്നെ ഇല്ലാതാക്കി. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ നൽകുന്ന രാജ്യമാണ് ഇറാൻ. മാനുഷിക പരിഗണന നൽകാതെ ഖമനയുടെ ഭരണകൂടം ജനങ്ങളെ തൂക്കിലേറ്റി തല്ലിക്കൊന്നു. ശരീഅത്ത് നിയമം പിന്തുടരുന്ന ഇറാനിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വളരെ കർശന നിയമങ്ങൾ. മഹ്സ അമേനി ഇന്നും മായാത്ത ഓർമ്മയായുണ്ട്. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിലെ സദാചാര പോലീസ് മഹ്സ അമിനിയെ കൊന്നത് 2022-ലാണ്. 22-കാരിയുടെ മരണത്തിന് പിന്നാലെ ആയിരങ്ങളാണ് ഭരണകൂടത്തെ വെല്ലുവിളിച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. വിവാഹം, വിവാഹമോചനം, യാത്ര, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ട്. ഭരണകൂടത്തിന്റെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവരുന്ന പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കടുത്ത നിയന്ത്രണമാണ് ഇറാനിലുള്ളത്. മഹ്സ അമീനിയുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന് നിരവധി മാധ്യമ പ്രവർത്തകരെയാണ് തടവിലാക്കിയത്. ഇറാൻ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിഷേധങ്ങളും ശക്തമാണ്. ആന്റി ഹിജാബ് ക്യാമ്പയിന്റെ ഭാഗമായി ടെഹ്റാനിലെ ആസാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി അഹൗദ ദൈരിയെ അടിവസ്ത്രം ധരിച്ച് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഖമനീയസത്തിനുള്ള മറുപടിയായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ മതഭ്രാന്തിനും അടിച്ചമർത്തലിനും മുന്നിൽ തലകുനിക്കാൻ വിസമ്മതിക്കുകയും വിപ്ലവത്തിന്റെ ശബ്ദമുയർത്തുകയും ചെയ്ത അത്തരം സ്ത്രീകൾ ഇറാനിലുണ്ട്. ഈ വർഷം ആദ്യം പൊറുതിമുട്ടി തെരുവിലിറങ്ങിയ ഇറാൻ ജനതയാണ് ലോകം കണ്ടത്. ടെഹ്റാനിലെ ബസാറിലെ വ്യാപാരികൾ ആരംഭിച്ച സമരം പെടുന്നനെയാണ് ആളിക്കത്തിയത്. ഇറാനിയൻ റിയാലിന്റെ മൂല്യത്തകർച്ചയും വിലക്കയറ്റവുമാണ് ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചിഴച്ചത്. പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളും വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ആളുകളെ ജയിലിലടച്ച് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രതിഷേധക്കാർക്ക് മേൽ കൈവയ്ക്കരുതെന്ന് പലയാവർത്തി അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞതാണ്. ഖമനയി കേട്ടില്ല. ആണവോർജം ഉൽപ്പാദിപ്പിക്കാൻ എന്ന പേരിൽ ഇറാൻ നടത്തുന്ന യുറേനിയം സമ്പുഷ്ടീകരണം ലോകത്തിന് വിനാശകരമാണെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പാടില്ലെന്ന് ട്രംപും നെതന്യാഹുവും മുന്നറിയിപ്പ് നൽകി. കേട്ടില്ല. ഒടുവിൽ ആവനാഴിയിലെ അവസാന അസ്ത്രം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പ്രയോഗിച്ചു. സിംഹഗർജനത്തിൽ ഇനി ആരൊക്കെ മിച്ചമുണ്ടെന്ന് കണ്ടറിയണം. ഇറാനിൽ സമാധാനം പുലർന്നതറിഞ്ഞ ആളുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുണയുന്നതിനൊപ്പം ഇറാന് മുന്നിൽ തെളിയുന്നത് വികസനത്തിന്റെയും പുരോഗമനത്തിന്റെയും സാധ്യതകളാണ്. ജനമനസ്സറിയുന്ന ഭരണകൂടം അധികാരത്തിലേറിയാൽ രാജ്യത്തിന് പുറമെ ലോകത്തിന് തന്നെ ഗുണം ചെയ്യും. കാത്തിരിക്കാം ജനകീയ ഇറാനായി.